55 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യണമെന്നാണ്. പക്ഷേ എന്താണ് പ്രോസസ് എന്ന് പലർക്കും അറിയില്ല. ഒരു ശതമാനം ആൾക്കാർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാവാം. നമുക്ക് 100% അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. പിന്നെയും അതിൻ്റെ അത് ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ടാവും. അതെപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്? നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ മാണി, മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ആണ്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. ഡോക്ടർ, നമ്മൾ പൊതുവേ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് പ്രോസ്റ്റേറ്റ് എന്ന് പലർക്കും അറിയില്ല. ഒന്നത് ബ്രീഫ് ചെയ്യാവോ? പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പുരുഷന്മാരിലും മെയിൽസിലുള്ള ഒരു നോർമൽ ഓർഗനാണ്, അവയവമാണ്, ഗ്രന്ഥിയാണ്. നമ്മുടെ ബേസിക്കലി മൂത്രസഞ്ചിയുടെ താഴെ, അതായത് ബ്ലാഡറിന് താഴെയുള്ള ഒരു അവയവമാണ്. അതിലൂടെയാണ് മൂത്രസഞ്ചിയിൽ നിന്ന് വരുന്ന മൂത്രനാളി കടന്നു പോകുന്നത് പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഗ്രന്ഥിക്കകത്തൂടെയാണ്. അപ്പോൾ അതിൻ്റെ നോർമൽ വോളിയം ഒരു 25 to 30 ml ആണ് അതിൻ്റെ ഗ്ലാൻഡിൻ്റെ സാധാരണ വോളിയം. അതിൽ മുകളിലോട്ട് എൻലാർജ്മെൻറ്റ് വരുമ്പോൾ, വീക്കം വരുമ്പോഴാണ് പുരുഷന്മാരിൽ മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. യൂഷ്വലി നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഒരു 55 വയസ്സിന് മുകളിൽ ഫിസിയോളജിക്കലി അതിൻ്റെ ഒരു വീക്കം, ഒരു എൻലാർജ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. അത് എല്ലാവർക്കും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. ഒരു സബ്സെറ്റ് ഓഫ് ആൾക്കാർക്ക് അതുകൊണ്ട് മൂത്രത്തിനുള്ള ബുദ്ധിമുട്ട്, അതായത് മൂത്രത്തിന് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ മൂത്ര തടസ്സം, മൂത്രം സ്പീഡില്ലാതെ പോവുക, മൂത്രം തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട്, മൂത്രം ഉറ്റി പോവുക, ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് പോവുക, പിന്നെ അതേപോലെ അറിയാതെ പോവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ടി വരിക, ഇതൊക്കെയാണ് സാധാരണ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇത് ഏജ് ഫാക്ടർ തന്നെയാണോ, അല്ലെങ്കിൽ ഏജ് വെച്ചാണോ? ഏജ് വെച്ചിട്ടാണ് അത് സാധാരണ. അതായത് നമ്മൾ ഒരു 55 വയസ്സ് 60 വയസ്സിന് മുകളിൽ ഒരു ഏകദേശം 50% ആൾക്കാർക്ക് ഇതിൽ എൻലാർജ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. എൻലാർജ്മെൻറ്റ് ഉള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. അതിലൊരു ശതമാനം ആൾക്കാർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാവാം. ഓക്കെ. അപ്പോൾ അവരിലാണ് നമ്മൾ പിന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് പിന്നെ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പലർക്കും നമുക്ക് അറിയില്ല എങ്ങനെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കാം മേ ബി നമ്മളതിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതെപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴത്തെയാണ്? നമ്മൾ യൂഷ്വലി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാൻ. അൾട്രാസൗണ്ട് ഉണ്ട്, പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഒരു പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ബേസിക്കലി ഇതിൻ്റെ ഈ വീക്കത്തിന് പുറമെ അതിൽ എന്തെങ്കിലും ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അത് നമ്മൾ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നതാണ് 55 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യണമെന്നാണ്. കാരണം നമുക്ക് അല്ലാതെ ഈ ഇതിൻ്റെ ക്യാൻസറിൽ വേറെ കാര്യമായിട്ടുള്ള സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല ബാക്കിയുള്ള ക്യാൻസർ പോലെ. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ വളരെ ലേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കൊല്ലത്തിലൊരിക്കലും ഇത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്യാൻസറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെയുള്ള ടെസ്റ്റുകൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ചെയ്താൽ മതിയാവും. അതായത് മൂത്രം ഒഴിക്കുന്നതിൽ തടസ്സം, ഈ പറഞ്ഞ തടസ്സമോ, അല്ലെങ്കിൽ അറിയാതെ പോവുക, പെട്ടെന്ന് പോവുക, ഇടയ്ക്കിടയ്ക്ക് പോവുക, രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീക്കുക, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് അൾട്രാസൗണ്ട് ടെസ്റ്റ്, പിന്നെ മൂത്രത്തിൻ്റെ സ്പീഡ് നോക്കുന്ന ടെസ്റ്റ്, യൂറോഫ്ലോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ ഡിസീസിൻ്റെ വ്യാപ്തി എത്ര ഉണ്ടെന്നും പിന്നെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റും. ഡോക്ടർ, നമ്മളിപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില കളർ ചേഞ്ചുകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മേ ബി അത് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഈ ടെസ്റ്റ്? അതെ, കളർ ചേഞ്ച് നമുക്ക് ഇതിൻ്റെ ഒരു സിംറ്റം തന്നെയാണ്. ഹെമച്യൂറിയ നമുക്ക് പ്രോസ്റ്റേറ്റ് വീക്കത്തിൽ നോർമലി കാണുന്നതാണ്. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ മൂത്രത്തിൻ്റെ ബ്ലഡിൻ്റെ കളർ കാണുകയാണെങ്കിൽ വേറെ കാര്യങ്ങളും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്. കാരണം ബ്ലാഡറിലെ ക്യാൻസറിൽ നമുക്ക് മൂത്രത്തിൽ ബ്ലഡ് ഉണ്ടാവാം, അതേപോലെ കിഡ്നിയിൽ കല്ലുണ്ടെങ്കിൽ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ മൂത്രത്തിൽ ബ്ലഡ് കാണുകയാണെങ്കിൽ എന്തായാലും നമുക്ക് 100% അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യെസ് ഡോക്ടർ, അതുപോലെ ഇതിലേക്ക് വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? അതെ, ട്രീറ്റ്മെൻറ്റ് നമ്മൾ ബേസിക്കലി ആദ്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫ്ലൂയിഡ് കൺട്രോൾ ചെയ്യുക. അതായത് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ, ജ്യൂസ്, ചായ, കാപ്പി, അങ്ങനത്തെ ഫ്ലൂയിഡ്സിൻ്റെ അളവ് നിയന്ത്രിക്കുക. ആദ്യം ഒരു 2 liters 1.5 to 2 liters വെച്ച് ക്രമീകരിക്കുക. പിന്നെ ബെവറേജസ്, അതായത് ചായ, കാപ്പി, അങ്ങനത്തെ ബെവറേജസ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക. ഓക്കെ. പിന്നെ രാത്രി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ഇടയ്ക്ക് എണീക്കുന്നവർക്ക് നമുക്ക് രാത്രിയിലുള്ള ആ ഒരു വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. ആ ഒരു അളവ് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കൂടുമെന്നാണോ, അങ്ങനെയാണോ? എങ്ങനെ വാട്ടർ ഇൻടേക്ക്? അതെ, വാട്ടർ ഇൻടേക്ക്, പ്രോസ്റ്റേറ്റിൻ്റെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വാട്ടർ ഇൻടേക്ക് അല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ചെയ്യാന്നുള്ളതാണ് മെയിൻലി അല്ലേ? അതെ, അപ്പോൾ ആദ്യം റെഗുലേറ്റ് ചെയ്യുക. അതിലും വ്യത്യാസം വരാത്തവർക്ക് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മെയിൽ ചെയ്ത് നോക്കാം? സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം, അതിന് മുമ്പ് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്യും. മെഡിക്കലിൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക്, ഒരു 50-60% ആൾക്കാർക്ക് നല്ല റിലീഫ് ഉണ്ടാവും. അപ്പോൾ അതിലും വ്യത്യാസം വരാത്തവർക്കാണ് പിന്നെ നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുക. ഒന്ന് അത് ഒരു ഇൻഡിക്കേഷനാണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ കുറയാത്തവർക്ക്
എന്തായാലും പിന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആലോചിക്കേണ്ടി വരും. അല്ലാതെ പിന്നെ നമുക്ക് ചിലവർക്ക് മൂത്രസഞ്ചിയിൽ കല്ലുണ്ടാവാറ്, ബ്ലാഡറിൽ കല്ല്, ഈ തടസ്സം കൂടി കഴിയുമ്പോൾ മൂത്രം കുറേ നാൾ കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ കല്ല് ഫോം ചെയ്യാൻ സാധ്യത. അപ്പോൾ അങ്ങനെയുള്ളവർക്കും സർജറി വേണ്ടി വരും. കാരണം കല്ലല്ലാതെ പിന്നെ പോകാൻ, അല്ലെങ്കിൽ തന്നെ തടസ്സമാണ്. അപ്പോൾ കല്ലും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് വല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക, ബ്ലഡ് ക്ലോട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുക, അങ്ങനെ വരുന്നവർക്കും സർജറിക്ക് പോകേണ്ട ആവശ്യമുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിക്കറൻ്റ് ആയിട്ട് UTI വരാം. അങ്ങനെ ഉള്ളവർക്കും പിന്നെ നമ്മൾ കൂടുതൽ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ സർജറിയാണ് ഓഫർ ചെയ്യുക അതിന്. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ ഞാൻ കളർ ചേഞ്ചിട്ട് പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ പത പോലെ വരാറുണ്ട്, ചിലർക്ക് അത് കൺഫ്യൂഷൻസ് വരാറുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ അത് ആക്ച്വലി പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംറ്റം അല്ല. അത് ഫോർത്ത് പത വരുന്നത് നമ്മൾ ഒരു ബേസിക്കലി കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ഒരു തുടക്കമാണ്. അതായത് പ്രോട്ടീൻ പോകുന്നതിൻ്റെ ഒരു സിംറ്റമാണ് ഈ പത വരുന്നത്. അപ്പോൾ അതും പ്രോസ്റ്റേറ്റുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കിഡ്നി ഫംഗ്ഷനും ക്രിയാറ്റിനും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടാണ്. പൊതുവേ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പൊതുവേ എല്ലാവരും ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഈ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ നോർമലി ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ടെസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ അതെ, അത് ഞാൻ പറഞ്ഞ പോലെ ഈ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ PSA എന്ന് പറഞ്ഞ ടെസ്റ്റ് 50 ഏജ് മുതൽ 50-55. പിന്നെ അൾട്രാസൗണ്ട്, ഒരു ബേസിക് അൾട്രാസൗണ്ട്, അത് നമ്മൾ കിഡ്നിക്കകത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കല്ലുണ്ടോ, കിഡ്നിയിൽ തടസ്സങ്ങളുണ്ടോ, പിന്നെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കോ ഉണ്ടോ, ബ്ലാഡറിൽ എന്തെങ്കിലും ക്യാൻസറോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഈ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ അൾട്രാസൗണ്ട്, ഇത് വയറിൻ്റെ അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ അതുപോലെ ബ്ലഡ് ടെസ്റ്റ് വേറെ ഒന്നാണ് ക്രിയാറ്റിനിൻ. അതായത് ഈ മൂത്രത്തിൽ തടസ്സം വന്നു കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിക്കാം, ഇപ്പോൾ കിഡ്നി ഫംഗ്ഷനെ ബാധിക്കാം, ക്രിയാറ്റിനിൻ ചെയ്യണം. പിന്നെ യൂറിൻ ടെസ്റ്റുകൾ, അത് യൂറിനിൽ ഇൻഫെക്ഷൻ, അതുകൊണ്ട് മൂത്രം വളരെ തടസ്സമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും യൂറിൻ്റെ ടെസ്റ്റ്, ഒരു ബേസിക് ടെസ്റ്റ്. പിന്നെ യൂറിൻ ഫ്ലോ, നമ്മൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ യൂറിൻ ഫ്ലോ ടെസ്റ്റ് ചെയ്യാനുള്ള നമുക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്കൊരു സിംറ്റംസ് എത്രയുണ്ട്, നമുക്കൊരു ഒബ്ജക്റ്റീവിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും എത്രയുണ്ട്, ആ സിംറ്റം ഫ്ലോ എത്രയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ബെറ്റർ ആയിരിക്കും. അത് ഈ പലരും പേടിയുള്ള കാര്യമാണ് ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ പോലും സർജിക്കിനോട് പലർക്കും എന്താ പറയുക, ഒരു താല്പര്യമില്ലായ്മയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മെഡിക്കേഷനിൽ കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർജറിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടോ? എത്ര മണിക്കൂർ ഇല്ല, ഇപ്പോൾ നമ്മൾ സർജറി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ പണ്ട് നമ്മളിത് ഓപ്പൺ ആയിട്ടായിരുന്നു അത് ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ചെയ്തിരുന്നത് TURP എന്ന് പറഞ്ഞാൽ ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. അത് എൻഡോസ്കോപ്പി, കംപ്ലീറ്റ്ലി എൻഡോസ്കോപ്പിക് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ശരീരത്തിൽ വേറെ മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മൂത്രനാളിക്കകത്തൂടെ ട്യൂബ് ഇട്ടിട്ട് ഈ പ്രോസ്റ്റേറ്റിന് തടസ്സമുള്ള ഭാഗം നമ്മൾ ചുരണ്ടിയെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. അതാണ് TURP എന്ന് പറയുന്നത്. സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. അത് ഒന്നാമത്തെ ഓപ്പറേഷൻ. അത് ഒരു 3 days ഹോസ്പിറ്റൽ സ്റ്റേ ഉണ്ടാവും, 3 days തിയേറ്റർ ഉണ്ടാവും. അതുകൊണ്ട് വേറെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും കോംപ്ലിക്കേഷൻസ് സാധാരണ വരാറില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ലേസറിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. തൂലപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ലേസർ എന്യൂക്ലിയേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ബ്ലഡ് ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്ലഡ് ലോസ് മിനിമലായിരിക്കും. കുറച്ചുകൂടെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ അതേപോലെ പ്രോസ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. പിന്നെ ഒരു റിക്കറൻസ് വരുന്ന ഒരു ഇഷ്യൂ തീരെ കുറവാണ്. അതാണ് ഒരു ലേസർ പ്രോസ്റ്റേറ്റ് ട്രീറ്റ്മെൻറ്റിലുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് വരാൻ പറ്റും. പിന്നെ വളരെ വലിയ പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പിക് അല്ലെങ്കിൽ റോബോട്ടിക് ആയിട്ട് സിമ്പിൾ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അതും അവൈലബിൾ ആണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് തീരെ കുറഞ്ഞ മോർബിഡിറ്റിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സാധാരണ അതിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ സർജറി കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, സാധാരണ ഗതിയിലും പിന്നെ മെഡിക്കേഷൻസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഒരു മേ ബി 5 years 10 years കഴിയും റിക്കറൻസ്, അത് പിന്നെയും അതിൻ്റെ അത് ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മേ ബി ഒരു 5%, അത് വളരെ കുറവാണ്. 95% ആൾക്കാർക്കും പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാം. ചാൻസസ്. താങ്ക് യു ഡോക്ടർ.